ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു റോസ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ യോക്ക് പോർഷൻ ഫുള്ളും ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ഡ്രസ്സസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചും വിഡ്ത്ത് 2.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 11 എന്നുള്ളത് 15, 16 ഒക്കെ എടുക്കാം കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് ഇത് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പീസസാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് കുറച്ചൊരു 6-7 ഫ്ലവേഴ്സ് മാത്രമേ വേണ്ടിയൊന്നുള്ളൂ. അപ്പോൾ അതിനുള്ളത് ഞാൻ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കത് ഒന്ന് ഫോൾഡ് ചെയ്ത്, അതായത് നല്ല വശം ഉള്ളിൽ വരുന്നത് പോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു വശത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴെ വരെ നമ്മൾ ആ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമുക്കിത് പുറം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നല്ല കവറായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് തിരിച്ചെടുക്കാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായത് അതൊന്ന് പുറം തിരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ, ഇത് കവർ ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡ് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉരുക്കി കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് സാറ്റിൻ റിബൺസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സാറ്റിൻ റിബണിൻ്റെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഈ ഒരു കളറ് റിബണിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. കാരണം സാറ്റിൻ ക്ലോത്ത് നമുക്ക് എല്ലാ കളേഴ്സിലും കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു സാറ്റിൻ നല്ല സാറ്റിനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. റേറ്റ് കൂടിയ ടൈപ്പ് സാറ്റിനായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു കവർ ആവാത്ത സ്ഥലത്തു നിന്നാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. ആ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ആദ്യം ട്രയാങ്കിളായിട്ട് ചുറ്റുക. അതിനുശേഷം ആ ചുറ്റിയ ഭാഗത്ത് നിന്നും ഒന്ന് നമ്മൾ ഇതുപോലെ ചുരുട്ടി എടുക്കണം. ഇതുപോലെ 1-2 തവണ ചുരുട്ടിയിട്ട് എടുക്കുക. അത് നമ്മളുടെ ഫ്ലവറിൻ്റെ ആ സെൻറ്റർ പോർഷനാണ്. എന്നിട്ട് നമ്മളൊരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഒന്നുകൂടി കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതായത് നമ്മൾ ആ ഒരു ചുരുട്ടി എടുത്തതിന് ശേഷം നമ്മളുടെ ഈ നിവർന്ന് നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന പോർഷൻ ഒന്ന് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ചുറ്റുക. അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്യുക, വീണ്ടും ചുറ്റുക. അതായത് ആ ഒരു നിവർന്ന് നിൽക്കുന്ന പോർഷന് ഒന്ന് ബാക്കിലേക്ക് മടക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ പോലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ക്ലോത്ത് തീരുന്നത് വരെ ബാക്കിലേക്ക് മടക്കുക, വീണ്ടും ചുറ്റിയെടുക്കുക. അതിനുശേഷം അത് നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരുന്നത് പോലെ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് നമുക്കിത് ഫുള്ള് ചുറ്റിയെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് റൗണ്ട് ചെയ്യുക, എഗെയിൻ ഫോൾഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇതുപോലെ ഇടയിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മളുടെ ആ ചുറ്റിയെടുത്തത് ചിലപ്പോൾ അഴിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് താഴെ നിന്നും ഇതുപോലെ എടുത്ത് ഓരോ ലീഫിൻ്റെ താഴെ ഓരോ ഇതിൻ്റെയും താഴെയായിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് അഴിഞ്ഞു പോവില്ല. അങ്ങനെ കുറച്ച് സ്റ്റിച്ചസ് കൊടുക്കുക. അത് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് ബോറാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മക്കളുടെ പഴയ ഫ്രോക്കുകളൊക്കെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനൊക്കെ അത് നമുക്ക് ട്രൈ ചെയ്യാം. അതും സാറ്റിൻ തന്നെ വേണമെന്നില്ല, ഏത് ക്ലോത്ത് എടുത്തു വെച്ചാലും നമുക്കതിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക്